വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ എളുപ്പത്തിൽ എയർ ഫ്രയർ ഉപയോഗിച്ച് ജ്യൂസിയും ഡിലീഷ്യസുമായ തന്തൂരി ചിക്കൻ തയ്യാറാക്കിയാലോ? കുറച്ച് എണ്ണയും കൂടുതൽ രുചികരവുമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഒരു ബൗളിൽ 1/4 കപ്പ് തൈരും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1.5 ടേബിൾ സ്പൂൺ ഓയിൽ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ചിക്കൻ ഇട്ട് നല്ലതുപോലെ കൈ ഉപയോഗിച്ച് മസാല തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ്റെ വരഞ്ഞ ഭാഗത്തെല്ലാം നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിക്കണം. ഈ ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടി കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ചിക്കൻ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ അടച്ചു വേണം വയ്ക്കാൻ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത്. അതുപോലെ ചിക്കനിൽ മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് എയർ ഫ്രയറിൽ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രില്ല് ചെയ്യാൻ 180-ൽ 20 മുതൽ 25 മിനിറ്റ് വരെ വയ്ക്കണം. നമുക്കൊരു മല്ലിയില ചട്നി തയ്യാറാക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ തൈര്, കുറച്ച് മല്ലിയില, എരിക്ക് ആവശ്യമായ പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ 15 മിനിറ്റ് കഴിഞ്ഞു. ഇത് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് തിരിച്ചു വയ്ക്കാം. തിരിച്ച് വെച്ചതിന് ശേഷം 10 മിനിറ്റ് കൂടി വീണ്ടും ഗ്രില്ല് ചെയ്യണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാൻ ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ 25 മിനിറ്റ് ടോട്ടൽ എടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന തന്തൂരി ചിക്കനേക്കാൾ രുചികരമായി വീട്ടിൽ തന്നെ എയർ ഫ്രയർ ഉപയോഗിച്ച് തയ്യാറാക്കാം. 2 സൈഡും നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം.